നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെയും ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൻ്റെയും അടയാളങ്ങൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 5 മുതൽ 13 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാടും ആഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. സഹോദരൻ സഹോദരിയെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ശിഷ്യന്മാർ യേശുവിനോട് ഒലിവുമലയിൽ വെച്ച് ചോദിച്ചത്, യെരുശലേം ദേവാലയത്തിൻ്റെ നാശം എപ്പോഴാണെന്നും നിന്റെ വീണ്ടും വരവിൻ്റെയും ഈ യുഗത്തിൻ്റെ അവസാനത്തിൻ്റെയും അടയാളം എന്തൊക്കെയാണ് എന്നുമായിരുന്നു. ഇവിടെ കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ വീണ്ടും വരവിൻ്റെയും ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൻ്റെയും അടയാളങ്ങളാണ് പറയുന്നത്. ആ അടയാളങ്ങൾ, അത് സാമൂഹികമായ അടയാളങ്ങളുണ്ട്, ഭൂപ്രകൃതിയിലുള്ള അടയാളങ്ങളുണ്ട്, ഇസ്രായേലിനോട് ബന്ധപ്പെട്ട അടയാളങ്ങളുണ്ട്, അത് സഭയോട് ബന്ധപ്പെട്ട അടയാളങ്ങളുണ്ട്. ഈ ലോകത്തെ സംബന്ധിച്ച് യേശു പറഞ്ഞത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും എന്നാണ്. യേശു ഇത് പറയുന്ന കാലത്ത് വഴക്കുകളുണ്ട്. രാജാക്കന്മാർ തമ്മിൽ അന്നത്തെ അമ്പും വില്ലും വാളും കുന്തവും ഒക്കെ ഉപയോഗിച്ച് ഉള്ള വഴക്കുകളുണ്ട്. ഇടയ്ക്കുള്ള ചില യുദ്ധങ്ങളൊക്കെയുണ്ട്, ആക്രമണങ്ങളൊക്കെയുണ്ട്, കവർച്ചകളൊക്കെയുണ്ട്. പക്ഷെ അന്ന് മനുഷ്യന് വിദ്യാഭ്യാസവും വിവരവും ഇല്ലായിരുന്നു. മനുഷ്യൻ വിദ്യാസമ്പന്നനും സാമൂഹികമായ, മതപരമായ, രാഷ്ട്രീയമായ നല്ല അവബോധമുള്ളവനുമായി തീരുമ്പോൾ മനുഷ്യൻ നല്ലവനാകുകയല്ലേ വേണ്ടത്. യുദ്ധങ്ങൾ കുറയുകയല്ലേ വേണ്ടത്, വഴക്കുകൾ കുറയുകയല്ലേ വേണ്ടത്. പക്ഷേ യേശു പറഞ്ഞു, മനുഷ്യ വിദ്യാഭ്യാസം ഉണ്ടാകും, അവന് സംസ്കാരമുണ്ടാകും, മതബോധനമുണ്ടാകും എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും യുദ്ധങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. അത് വർദ്ധിക്കുകയുള്ളൂ. കാരണം മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരം ഉയരാൻ പോകുന്നില്ല. മനുഷ്യന് സ്വയം നന്നാകാൻ സാധിക്കുകയില്ല. മനുഷ്യന് തൻ്റെ തത്വങ്ങൾ കൊണ്ടോ മത നേതാക്കളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ ഉപദേശങ്ങൾ കൊണ്ടോ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രബോധനങ്ങൾ കൊണ്ടോ അവർക്ക് നന്നാകാൻ സാധിക്കുകയില്ല. അവർക്ക് അങ്ങനെ ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, അതിനെതിരായിട്ട് നേരെ വിപരീത ഫലമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ യുദ്ധങ്ങൾ വർദ്ധിക്കും. മനുഷ്യൻ രക്തക്കൊതിയനായിട്ട്, മനുഷ്യൻ കവർച്ചയ്ക്കും അതുപോലെ കബളിപ്പിക്കലിനും ഒക്കെ ആയിട്ട് ജീവിക്കും. അതാണ് യേശു മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സാമൂഹിക നിലവാരത്തെക്കുറിച്ച്, രാഷ്ട്രീയ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞത്. പ്രകൃതിപരമായ മാറ്റമുണ്ടാകുമെന്ന് യേശു പറഞ്ഞത് ഭൂകമ്പങ്ങൾ വർദ്ധിക്കാനിടയാകും. വേറൊരു സുവിശേഷത്തിലുണ്ട്, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകും, പിന്നെ കടലിളക്കങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് യേശു പറഞ്ഞത്. അപ്പോൾ ഈ ഭൂപ്രകൃതിക്ക് മാറ്റം ഉണ്ടാകും. അതിനെ നിയന്ത്രിക്കാൻ ഒരു രാജ്യത്തിനും സാധിക്കാതെ വരും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പൊല്യൂഷൻ
ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് തീർന്നിരിക്കുകയാണ്. വാഹനങ്ങളുടെ പൊല്യൂഷൻ, ഫാക്ടറികളുടെ പൊല്യൂഷൻ, പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ, അതുപോലെ ഭക്ഷണ സാധനങ്ങളുടെ പൊല്യൂഷൻ എന്ന് വേണ്ട ഈ പൊല്യൂഷനെ കൊണ്ട് മനുഷ്യൻ പൊറുതിമുട്ടുകയാണ്. ശുദ്ധവായു ഇപ്പോൾ വിലയ്ക്ക് വാങ്ങി ആളുകൾ കഴിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. വെള്ളം ബോട്ടിൽ കൊണ്ട് നടക്കുന്നത് പോലെ ഓക്സിജന്റെ ചെറിയ ഉപകരണങ്ങൾ മനുഷ്യൻ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി തുടങ്ങിയ ഒരു കാലത്തേക്ക് നാം വന്നിരിക്കുകയാണ്. എല്ലാം മായം കലർന്നതാണ്. ഇറച്ചിയിൽ മായം, മീനിൽ മായം, ധാന്യങ്ങളിൽ മായം, അതുപോലെ ധാന്യങ്ങൾ പൊടിച്ചതിൽ മായം, പാലിൽ മായം, പഴങ്ങളിൽ മായം എന്നു വേണ്ട സകല വ്യവസായ ഉൽപ്പന്നങ്ങളിലും മായം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞ ഒരു കാര്യം നിറവേറ്റപ്പെടുകയാണ്. അന്ത്യകാലത്ത് മഹാവ്യാധികൾ ഉണ്ടാകും. ഈ പൊല്യൂഷൻ നിമിത്തവും ഈ മായം കലർന്ന ഭക്ഷണ സാധനങ്ങൾ നിമിത്തവും സംഭവിക്കുന്നത് മാരകമായ രോഗങ്ങളാണ്. നമുക്കറിയാം, മദ്യം അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അതിൻ്റെ കുപ്പികളിലൊക്കെ എഴുതിയിട്ടുണ്ട്. മയക്കുമരുന്ന് ദോഷം ചെയ്യുന്നതാണ്. പക്ഷേ ആളുകൾക്ക് ആ ദോഷം വരുത്തുന്നതുമായ മദ്യവും മയക്കുമരുന്നുമാണ് വേണ്ടത്. അത് കഴിക്കുന്ന ആളുകൾ മാരക രോഗികളായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ അന്ത്യകാലത്ത് മഹാവ്യാധികൾ ഉണ്ടാകും എന്ന്. അതേ തുടർന്ന് യേശു പറഞ്ഞു, അന്ത്യകാലത്ത് നിങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ ആളുകൾ ഉപദ്രവിക്കുവാനിടയാവും, നിങ്ങളെ പീഡിപ്പിക്കാനിടയാകും. യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം, യേശു ദൈവമാണ് എന്ന് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് നിമിത്തം ആളുകൾ നിങ്ങൾക്കെതിരാകും. ഒരു വീട്ടിൽ അപ്പനും അമ്മയും അല്ലെങ്കിൽ മക്കളും ഒക്കെ തമ്മിൽ എതിരാകും. യേശുവിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും തമ്മിലുള്ള വലിയ വ്യത്യാസം വീടുകളിലുണ്ടാകും, നാടുകളിലുണ്ടാകും, സമൂഹത്തിലുണ്ടാകും. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെടുവാൻ ഇടയായി തീരും. പക്ഷെ പേടിക്കേണ്ട, നിങ്ങൾക്ക് അവരോടൊക്കെ മറുപടി പറയാനുള്ള ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയായി തീരും എന്നാണ് യേശു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെയും ഈ യുഗത്തിൻ്റെ അവസാനത്തിൻ്റെയും അടയാളങ്ങളായി യേശു പറഞ്ഞതല്ല ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിൽ അല്ലെങ്കിൽ സമുദ്രത്തിലും അതുപോലെ മനുഷ്യൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ധാർമ്മിക തലങ്ങളിലും നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുവിശേഷ രംഗത്തും യേശുവിനെ ദൈവമായി സ്വീകരിക്കുന്ന ആളുകൾക്ക് മിക്ക രാജ്യങ്ങളിലും ഉപദ്രവങ്ങളും പരിഹാസങ്ങളും നേരിടുകയാണ്. പക്ഷേ യേശു ഒരു കാര്യം കൂട്ടിച്ചേർത്തു, ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുവാനിടയാകും. നിങ്ങൾ ഓർക്കണം, 33 വർഷം മാത്രം ജീവിച്ച, വീട്ടിലല്ല ഒരു പുൽത്തൊട്ടിയിൽ കിടത്തപ്പെടുവാൻ ഇടയായ ഒരു ശിശു, നസറത്തിലെ ഒരു ദിവസക്കൂലിക്കാരൻ്റെ വീട്ടിൽ വളർത്തപ്പെടുവാൻ ഇടയായ, വിദ്യാഭ്യാസം നേടാതിരുന്ന, ഒരു പുസ്തകം എഴുതാതിരുന്ന, ഒരു പാട്ട് എഴുതാതിരുന്ന, ഒരു സ്കൂൾ സ്ഥാപിക്കാതിരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാതിരുന്ന, ദൂരദേശത്ത് മറ്റൊരു രാജ്യത്ത് യാത്ര ചെയ്യാതിരുന്ന, വളരെ 10-60 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ മാത്രം ജീവിച്ച, അതിൽ 3.5 വർഷം മാത്രം പ്രസംഗിച്ച് നടന്ന യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുവാനിടയായിത്തീരും. ഈ യേശു ദൈവമല്ലെങ്കിൽ പിന്നെ ആരാണ്? യേശുവിൻ്റെ സുവിശേഷം ഇന്ന് സകല വാർത്താ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കപ്പെടുന്നു. യേശുവിൻ്റെ സുവിശേഷം സകല രാജ്യത്തും അതിൻ്റെ വിജയക്കൊടി പാറിപ്പറപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കുവൈറ്റ് അമീറിൻ്റെ മകൻ, സൗദി രാജാവിൻ്റെ മകൻ യേശു ആണ് ദൈവം എന്ന് പറയുന്ന ഒരു വീഡിയോ, വാട്സാപ്പ് വീഡിയോ കാണാനിടയായി. യേശുവിൻ്റെ സുവിശേഷത്തിന് ഒരു രാജ്യത്തും സത്യത്തിൽ ബന്ധനമില്ല. യേശു ദൈവമാണെന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്തു. യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിനായി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.